Good afternoon to all. Now we are moving to the second chapter, Measures of Central Tendency. ഇന്നത്തെ ക്ലാസ്സിലുള്ളത് കുറച്ച് വേരിയബിൾസ്, അതിൽ പ്രിലിമിനറി ആയിട്ടുള്ള കൺസെപ്റ്റ്സ്, വേരിയബിൾസ്, ഡൊമൈൻസ് ആൻഡ് റൗണ്ടിങ് ദ ഡേറ്റ, അങ്ങനെ കുറച്ച് കൺസെപ്റ്റ്സ് ആണുള്ളത്. Now the first portion is variables. A variable is a symbol such that x, y, h, x or b that can assume any of a prescribed set of values called the domain of the variable. If the variable can assume only one value, it is called a constant. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സെറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എഴുതുന്ന സെറ്റ് y is equal to സെറ്റ് x equal to, അങ്ങനെ ഒരു സെറ്റ് ഓഫ് വാല്യൂസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കൊടുക്കുന്ന പ്രിസ്ക്രൈബ് സെറ്റ് ഓഫ് വാല്യൂസിന് കൊടുക്കുന്ന പേരിനാണ് വേരിയബിൾ എന്ന് പറയുന്നത്. അത് എക്സ് ആവാം, വൈ ആവാം, എച്ച് ആവാം, ഏത് വേണമെങ്കിലും കൊടുക്കാം. ഇനി ആ വേരിയബിളിന് ഒരു വാല്യൂ എടുക്കുന്നുണ്ടെങ്കിൽ അതിറ്റ്സ് എ കോൺസ്റ്റന്റ്. എ വേരിയബിൾ ദാറ്റ് ആർ തിയററ്റിക്കലി അസ്യൂം എനി വാല്യൂ ബിറ്റ്വീൻ ടു വാല്യൂസ് ഇസ് കോൾഡ് എ കണ്ടിന്യൂസ് വേരിയബിൾ, അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് എ ഡിസ്ക്രീറ്റ് വേരിയബിൾ. അപ്പോൾ നമ്മൾ 1നും 2നും ഇടയ്ക്കുള്ള ഏത് വാല്യൂ ബിറ്റ്വീൻ 1 and 2, 1.1, 1.2 ആ രീതിയിൽ എടുക്കുമ്പോൾ കിട്ടുന്നതാണ് കണ്ടിന്യൂസ് വേരിയബിൾ. ആൻഡ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് 1, 2 അങ്ങനെ പറയുന്നതാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ. A continuous variable can take any numerical value. It can take integral values, fractional values and values that are not exact fractions. അപ്പോൾ അതിന് ഏത് വാല്യൂ വേണമെങ്കിലും കണ്ടിന്യൂസ് വേരിയബിളിന് എടുക്കാം. 1/3 എടുക്കാം, 1/2 എടുക്കാം, 0.3 എടുക്കാം, ഇൻഡിജേഴ്സ് തന്നെ 1 തന്നെ എടുക്കാം. ബട്ട് a discrete variable can take only certain values. Its values changes only by finite jumps. 1 കഴിഞ്ഞ് 2 ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു ജമ്പ് ഉണ്ട്, ഡിസ്ക്രീറ്റ് ആയിട്ട് ഉള്ള പോയിന്റ്സ് ആയിരിക്കും. ഇറ്റ് ജംപ്സ് ഫ്രം വൺ വാല്യൂ ടു അനദർ ബട്ട് ഡസ് നോട്ട് ടേക്ക് എനി ഇന്റർമീഡിയറ്റ് വാല്യൂ ബിറ്റ്വീൻ ദം. We can go through some examples. If n denotes the number of children in a family, ഇപ്പം നമ്പർ ഓഫ് ചിൽഡ്രൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏത് ഫാമിലി നോക്കിയാലും ഒന്നുകിൽ കുട്ടികൾ ഉണ്ടാവാതിരിക്കാം 0, 2 കുട്ടികൾ 2, 1 കുട്ടി 1, ബട്ട് cannot 2.5, 3.8 അങ്ങനത്തെ വാല്യൂസ് പറ്റില്ല. സോ സ്പെസിഫിക് ആയിട്ട് വാല്യൂസ് മാത്രമേ പറ്റുള്ളൂ. സ്പെസിഫിക്കലി നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിട്ടുള്ള ഇൻറ്റിജർ നമ്പേഴ്സ്, പോസിറ്റീവ് ആൻഡ് 0, പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആൻഡ് 0 അങ്ങനെ വരുന്നതാണ്. സോ ഇറ്റ്സ് ദർ ഹിയർ n ഈസ് എ ഡിസ്ക്രീറ്റ് വേരിയബിൾ. ഇഫ് h denote the height of an individual, then h can be 62 inches, 63.8 inches or 65.834 inches depending on the accuracy of the measurement. Hence h is a continuous variable. നമ്മളിപ്പോൾ 5 feet 4 inches അങ്ങനെ പറ്റുള്ളൂ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമ്മുടെ മെഷർ ചെയ്യുന്ന നമ്മൾ ടേപ്പിൻ്റെ എന്താണോ എടുക്കുന്നത് കുറച്ചുകൂടി ആക്യുറസി ഉള്ള വേറെ സാധനം എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂസ് വരും. അപ്പോൾ സോ ഹൈറ്റിനെ നമ്മൾ കണ്ടിന്യൂസ് വേരിയബിൾ ആയിട്ടാണ് എടുക്കുക. ഡേറ്റ ദാറ്റ് ക്യാൻ ബി പ്രിസ്ക്രൈബ് ബൈ എ ഡിസ്ക്രീറ്റ് ഓർ കണ്ടിന്യൂസ് വേരിയബിൾ ആർ കോൾഡ് ഡിസ്ക്രീറ്റ് ഡേറ്റ ഓർ കണ്ടിന്യൂസ് ഡേറ്റ റെസ്പെക്റ്റീവ്ലി. നൗ വി ഹാവ് സം പ്രോബ്ലംസ്. സ്റ്റേറ്റ് which of the following represent discrete data and which represents continuous data. First, number of shares sold each day in the stock market. അപ്പോൾ ഒരു ദിവസം വിൽക്കുന്ന ഷെയർസ് അതൊന്നെങ്കിൽ 4,000 ആവാം, 5,000 ആവാം, 6,000 ആവാം, ബട്ട് ഇറ്റ് ഷുഡ് ബി എ സ്പെസിഫിക് നമ്പർ. ഒരിക്കലും 4,000 ഒരു ഒരെണ്ണത്തിൻ്റെ പകുതി വെച്ച് വാങ്ങില്ല, ഒരു ഫുള്ളായിട്ട് വാങ്ങുള്ളൂ. So it's a discrete function. Second, temperatures recorded every half hour at a weather bureau. ഇപ്പോൾ 1 മണിക്ക് എടുക്കുക, 1:30 എടുക്കുക, ഇതിനൊക്കെ ഓരോ ടെമ്പറേച്ചറിലും ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. എന്താണെങ്കിലും 23.4 ഡിഗ്രി സെൽഷ്യസ്, 23.3 ഡിഗ്രി സെൽഷ്യസ്, 32.4 ഡിഗ്രി സെൽഷ്യസ്, അങ്ങനെ ഓരോ അരമണിക്കൂറിൽ എടുക്കുന്നതും ഒരു അത്ര സ്പെസിഫിക് എല്ലാ ദിവസവും ആ ടൈമിലുള്ള ഡേറ്റ തന്നെയായിരിക്കില്ല. കറക്റ്റ് ആ ടൈമിലും ഡേറ്റയും വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓരോ ഹാഫ് ആൻ അവറിലും ഡേറ്റ വേരി ചെയ്തുകൊണ്ടിരിക്കും. അത് 0.4, 0.3 ആ രീതിയിലേക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ സോ ഇറ്റ്സ് എ കണ്ടിന്യൂസ് വേരിയബിൾ. ടെമ്പറേച്ചർ റെക്കോർഡഡ്. അടുത്തത് lifetimes of television tubes produced by a company.
ലൈഫ് ടൈം. ഒന്നുകിൽ അത് 3 ഇയർ ആവാം, 3 ഇയർ 1 month ആവാം, 2 ഇയർ 6 months ആവാം, 5 ഇയർ. അപ്പം അങ്ങനെ പോകുന്നത് കൊണ്ട് we can take it as a continuous variable. Now, yearly income of college teachers. ഓരോരോ ടീച്ചറെ സ്പെസിഫിക് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഇൻകം സ്പെസിഫിക് ആയിരിക്കും, അതിൽ മാറ്റമില്ല. സോ ഇറ്റ്സ് എ ഡിസ്ക്രീറ്റ് ഫംഗ്ഷൻ. നമ്പർ ഓഫ് ഇഞ്ചസ് ഓഫ് റെയിൻഫോൾ ഇൻ എ സിറ്റി ഡ്യൂറിങ് വേരിയൻസ് മന്ത്സ് ഓഫ് ദ ഇയർ. അപ്പോൾ ഓരോ മാസത്തിലും വരുന്ന റെയിൻഫോള്, അത് ഒരു ദിവസം 30 മില്ലി പെയ്തിട്ടുണ്ടാവും, അടുത്ത മാസം ആകുമ്പോൾ 65 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഓരോ മാസം അതിൽ ചേഞ്ചസ് ഉണ്ടാവും. സോ ഇറ്റ്സ് എ കണ്ടിന്യൂസ് വേരിയബിൾ. അടുത്ത് സ്റ്റുഡൻസ് എൻറോൾഡ് ഇൻ എ യൂണിവേഴ്സിറ്റി ഓവർ എ നമ്പർ ഓഫ് ഇയേഴ്സ്. ഇപ്പോൾ ഓരോ വർഷവും എൻ്റർ ചെയ്യുന്നത്, ഇപ്പം നമ്മുടെ കോളേജിലാണെങ്കിൽ ആദ്യത്തെ വർഷം 103, അല്ലെങ്കിൽ അങ്ങനെ കൃത്യമായിട്ടൊരു നമ്പറുണ്ട്. അപ്പോൾ എൻറോൾ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്പെസിഫിക് നമ്പറാണ്. സോ ഇറ്റ്സ് എ discrete function. Now next we go to one more example to find the domain of the variable. Give the domain of each of the following variables and state whether the variable are continuous or discrete. First, number of gallons of water in a washing machine. നമുക്ക് വാഷിംഗ് മെഷീൻ്റെ അറിയാം കപ്പാസിറ്റി. ഇപ്പോൾ ഒന്നുകിൽ 6 liters കപ്പാസിറ്റി അല്ലെങ്കിൽ 6.5 liters കപ്പാസിറ്റി. പക്ഷെ അത് ഓരോ തവണ എടുക്കുന്ന വെള്ളം എങ്ങനെയാണ്? 0 തൊട്ടിട്ട് അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി വരെ ഓരോ ടൈമിലും അതിൻ്റെ എടുക്കുന്നത് ഡിഫറൻസ് ആയിരിക്കും. ഒരു ടൈമിൽ നോക്കുവാണെങ്കിൽ വെള്ളം ആയിരിക്കില്ല അടുത്ത ടൈമിൽ. സോ എനി വാല്യൂ ഫ്രം 0 gallon to capacity of the machine. So it's a continuous function. So G എന്ന് പറയുന്നത് greater than or equal to 0, set of all അതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ any value from 0 gallon to the capacity of machine. Number B of books on a library shelf. ആ ഷെൽഫിലെ ബുക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും അതിൽ മാക്സിമം ആ ഷെൽഫ് വെക്കാൻ പറ്റുന്നത്രയും അതിനൊരു മാക്സിമം ഉണ്ട്. ഇതിലെല്ലാം വെക്കണം എന്നില്ല, ഒന്നും വെക്കാണ്ട് ഷെൽഫ് വെറുതെ വയ്ക്കാം. 0 തൊട്ടിട്ട് അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി വരെ. അപ്പോൾ ഒരു പർട്ടിക്കുലർ നമ്പേഴ്സ് ആയിട്ടായിരിക്കും പോവുക. ഇടയ്ക്കിടയ്ക്ക് ഒരു വാല്യൂ വ്യത്യാസം വരില്ല. ഒന്നിൽ ഒരു ബുക്ക്, 2 ബുക്ക്, 3 ബുക്ക്, അല്ലാണ്ട് 1.5 ബുക്ക് എന്ന് പറയുന്നൊരു കാര്യം ബുക്കിലില്ല. സോ 0, 1, 2, 3 etc. up to the largest number of books that can fit on a shelf. So it's a discrete function. Next, diameter D of a sphere. സോ സ്ഫിയറിൻ്റെ ഡയമീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്ഫിയറിനും നമ്മുടെ ഒരു ബോൾ എടുത്തു കഴിഞ്ഞാൽ അതൊരു സ്ഫിയറാണ്. പിന്നെ ഇച്ചിരിയോടെ വലിയ ബോൾ അത് വേറൊരു സ്ഫിയറാണ്. വേറെ എന്തെങ്കിലും അങ്ങനെ സ്ഫെറിക്കലായിട്ടുള്ള ഓരോരോ സാധനങ്ങൾ അതിൻ്റെ എല്ലാം ഡയമീറ്റർ വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഏറ്റവും പോയിന്റ് സ്ഫിയർ ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ 0 ഡയമീറ്റർ. അങ്ങനെ തൊട്ടിട്ട് ഏത് വാല്യൂ ആവാം നമ്മൾ വരയ്ക്കുന്ന സ്ഫിയറിന്, നമ്മൾ ഉണ്ടാക്കുന്ന സ്ഫിയറിന് ഏത് ഡയമീറ്ററിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ ഇറ്റ്സ് എ കണ്ടിന്യൂസ് വേരിയബിൾ ആൻഡ് ഇറ്റ്സ് ഡൊമൈൻ ഈസ് ഫോർ ഓൾ വാല്യൂസ് ഫ്രം 0 onwards. അടുത്ത് നമ്പർ n ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ എ ഫാമിലി. നമ്മളൊരു ഫാമിലിയിൽ എങ്ങനെ എടുത്തു കഴിഞ്ഞാലും അതിലൊരു നമ്പർ, ഒരു ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു കേസ് വന്നില്ല, ഒരു 2.5 ആയിട്ടും ഇരിക്കില്ല. സോ ഇറ്റ്സ് എ ഡിസ്ക്രീറ്റ് ഫങ്ഷൻ ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് ഇവിടെ 1 എന്നുള്ളത് എടുക്കാതിരുന്നാണ് 2, 3 അല്ലെങ്കിൽ 4, 5 etc. ഡിസ്ക്രീറ്റ്. നെക്സ്റ്റ് പോർഷൻ ഈസ് റൗണ്ടിങ് ഓഫ് ഡേറ്റ. റൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്നത് പോലെ തന്നെ 5ന് മീതെയുള്ള നമ്പർ 6, 7, 8, 9 ആണെങ്കിൽ നമ്മൾ അടുത്ത നമ്പറിലേക്ക് റൗണ്ട് ചെയ്യണം. 0.6, 0.7, 0.8 ആണെങ്കിൽ 1ലേക്ക് റൗണ്ട് ചെയ്യുന്നു. 0.4, 0.3, 0.2, 0.1 ആണെങ്കിൽ അതിൻ്റെ താഴേക്ക്, അതായത് അതിന് തൊട്ട് താഴെയുള്ള നമ്പറിലേക്ക്, ഇൻറ്റിജറിലേക്കാണെങ്കിൽ ഇൻറ്റിജറിൽ ഏതിലേക്കാണ് നമ്മൾ റൗണ്ട് ചെയ്യേണ്ടത്. യൂണിറ്റ്സിലേക്ക് റൗണ്ട് ചെയ്യണമെങ്കിൽ തൊട്ട് താഴെയുള്ള ഇൻറ്റിജറിലേക്ക് റൗണ്ട് ചെയ്യുക. 10ലേക്ക് റൗണ്ട് ചെയ്യണമെങ്കിൽ തൊട്ട് താഴെയുള്ള 10th നമ്പർ ഏതാണെന്ന് വെച്ചാൽ അതിലേക്ക് റൗണ്ട് ചെയ്യുക. അത് ചെയ്യുക.
ഇനി 5 വരുന്ന കേസിൽ അതിൽ യൂഷ്വൽ കൺസെപ്റ്റിൽ 5 വരുമ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. നെക്സ്റ്റ് നമ്പറാണ് യൂഷ്വലി എടുക്കുക. പക്ഷേ ഒരു ഈവൻ ഇൻറ്റിജർ കൺസെപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഈ എക്സാമ്പിൾസിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ഈവൻ ഇൻറ്റിജർ കൺസെപ്റ്റ് ആണ്. ഈവൻ ഇൻറ്റിജർ കൺസെപ്റ്റിൽ നമ്പർ 0.5 ആണെങ്കിൽ അതിൻ്റെ ഈവൻ ഇൻറ്റിജർ ആണ് അതിൻ്റെ പ്രീസീഡിങ് നമ്പർ എങ്കിൽ ആ നമ്പർ തന്നെ കീപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നെക്സ്റ്റിലോട്ട് റൗണ്ട് ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് 48.6 ഇതിപ്പോൾ യൂണിറ്റ്സിലേക്കാണ്, നിയറസ്റ്റ് യൂണിറ്റിലേക്കാണ് റൗണ്ട് ചെയ്യുന്നത്. 0.6 കഴിഞ്ഞ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1. അപ്പോൾ 48 + 1 49. 48.4 അതിന് തൊട്ട് താഴെയുള്ള യൂണിറ്റ്, അതിന് ഇത് 48 തന്നെ 4 ആയതുകൊണ്ട്. 136.56 ഉണ്ട്. അപ്പോൾ അത് ഗ്രേറ്റർ ദാൻ 0.5 ആണ്. നമുക്ക് റൗണ്ട് 37 ആയിട്ട് എഴുതാം. 136.5 0.5 വരുമ്പോൾ ഈവൻ ഇൻറ്റിജർ ആണെങ്കിൽ തൊട്ട് മുമ്പുള്ള 6 ഈവൻ ആണ്. അപ്പോൾ 136. 135.5 0.5 ആണ്. തൊട്ട് മുന്നിലുള്ളത് ഓഡ് ആയതുകൊണ്ട് അടുത്തതിലേക്ക് 136ലോട്ട് റൗണ്ട് ചെയ്യണു. 148.4 0.4 കളഞ്ഞു. 148. 148.6 നെക്സ്റ്റ് ഇൻറ്റിജറിലോട്ട് റൗണ്ട് ചെയ്യണു. 149. 148.51 0.5ന് മീതിയാണ് നെക്സ്റ്റ് ഇൻറ്റിജർ 149. അങ്ങനെയാണ് ഇതിൽ റൗണ്ട് ചെയ്യണത്. അടുത്ത എക്സാമ്പിൾ റൗണ്ട് ടു 10 ആണ്. അപ്പം ഇവിടെ 173 ലാസ്റ്റ് യൂണിറ്റിലെ ഡിജിറ്റ് നോക്കുക. 3 ഈസ് ലെസ് ദാൻ 5 തൊട്ട് താഴേലേക്ക് റൗണ്ട് ചെയ്യുക. 170. 178 ഗ്രേറ്റർ ദാൻ 5 ആണ്. തൊട്ട് മുകളിലേക്ക് റൗണ്ട് ചെയ്യുക. 175. ഇവിടെ 5 ആണ്. 5 വരുമ്പോഴാണ് നമ്മുടെ ഈവൻ ഇൻറ്റിജർ കൺസെപ്റ്റ് വരിക. തൊട്ട് മുമ്പിലുള്ളത് ഓടാണ്. അടുത്ത ഈവനിലേക്ക് 180ലോട്ട് റൗണ്ട് ചെയ്യുക. 165 5 ആണ്. അതിന്റെ തൊട്ട് താഴെ പ്രീസീഡിങ് ആയിട്ടുള്ളത് 6 ഈവൻ ആണ്. അപ്പൊ തൊട്ട് താഴെയുള്ള 10th നമ്പർ 160ലോട്ട് റൗണ്ട് ചെയ്യുക. 135.5. അപ്പൊ നമുക്ക് ഇവിടെ നിയറസ്റ്റ് 10ലേക്ക് ആവേണ്ടി 5.5 ആണ് നമ്മൾ നോക്കേണ്ടത്. 5.5 നോക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ 5 ആണ്. നെക്സ്റ്റ് നമ്പർ ഈസ് 140. 125.5 ഗ്രേറ്റർ ദാൻ 5 ആണ്. 5.5 നോക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ 5 ആണ്. നെക്സ്റ്റ് നമ്പർ 130. ഇവിടെ ലാസ്റ്റത്തെ 4.73 ലെസ് ദാൻ 5 ആണ്. അപ്പൊ തൊട്ട് താഴെയുള്ള 2180. 14.500. അപ്പൊ അതൊന്നും നോക്കണ്ട, നമ്മൾ ഈ 4 ആണ് നോക്കേണ്ടത്. 4 എന്നുള്ളത് ലെസ് ദാൻ 5 ആണ്. 10 ഇവിടുത്തെ ആണെങ്കിലും 48.4. അപ്പൊ നമ്മൾ ഈ 8 ആണ് നമ്മൾ നോക്കേണ്ടത്. പോയിന്റിന് ശേഷമുള്ളത് നിയറസ്റ്റ് 10 ചെയ്യുമ്പോൾ അത് നോക്കേണ്ട കാര്യമില്ല. അപ്പൊ 8 ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ 5ന് എബവ് ആണ്. 150ലോട്ട് റൗണ്ട് ചെയ്യുക. അടുത്ത എക്സാമ്പിള് നിയറസ്റ്റ് 100ലേക്കാണ് റൗണ്ട് ചെയ്യണത്. ഇപ്പൊ ഇത് 100 എന്ന് പറയുമ്പോൾ ഈ രണ്ട് നമ്പർ നോക്കുക. 68 ഗ്രേറ്റർ ദാൻ 50 ആണ്. അപ്പൊ അടുത്തതിലേക്ക് റൗണ്ട് ചെയ്യുക. അപ്പൊ 400. 45 ലെസ് ദാൻ 50 300ലോട്ട് റൗണ്ട് ചെയ്യുക. 50 വന്നപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ ഇൻറ്റിജർ കൺസെപ്റ്റ് തന്നെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യണം. 5 എന്നുള്ളത് 3 എന്നുള്ളത് ഓഡ് നമ്പർ ആണ്. നെക്സ്റ്റ് ഈവനിലേക്ക് റൗണ്ട് ചെയ്യുക. അപ്പൊ 4. അപ്പൊ 400. 250 എന്നുള്ളത് വന്നു. അപ്പൊ 2 എന്നുള്ളത് ഈവൻ നമ്പർ ആണ്. അതുകൊണ്ട് സെയിം 200 തന്നെ കീപ്പ് ചെയ്യുക. 351 50ക്ക് എബവ് ആണ്. 51 എന്നുള്ളത് 50യേക്കാളും കൂടുതലാണ്. അടുത്ത നമ്പറിലേക്ക് 400ലേക്ക് റൗണ്ട് ചെയ്യുക. അടുത്തത് 56 ഗ്രേറ്റർ ദാൻ 50 ആണ്. അടുത്തതിലേക്ക് റൗണ്ട് ചെയ്യുക. 49 ലെസ് ദാൻ 50 ആണ്. തൊട്ട് താഴെയുള്ള 100ലോട്ട് റൗണ്ട് ചെയ്യുക. 150 ഇവിടെയും ഇതേ പ്രോബ്ലം ഉണ്ട്. 50 എന്നുള്ളത് തൊട്ട് മുമ്പുള്ള നമ്പർ നോക്കുക. 1 ഓഡാണ്. അതുകൊണ്ട് അടുത്തതിലേക്ക് 200ലോട്ട് റൗണ്ട് ചെയ്യുക. അടുത്തത് ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് 35 ആണ്. 35 ഈസ് ലെസ് ദാൻ 50. സോ തൊട്ട് താഴെയുള്ള 100 135ന്റെ 100ലോട്ട് റൗണ്ട് ചെയ്യുക. നെക്സ്റ്റ് റൗണ്ട് ടു 10th എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയിന്റ് കഴിഞ്ഞ് ഫസ്റ്റ് വന്ന് പ്ലേസ്. അപ്പൊ ഇവിടുത്തെ നമ്മൾ നോക്കേണ്ടത് ഈ 8 ഇവിടേക്കാണ് റൗണ്ട് ചെയ്യണത്. അപ്പൊ 4 എന്നുള്ളതാണ് ലാസ്റ്റത്തെ ഒരു ഡിജിറ്റ് മാത്രം നോക്കുക. 4 എന്നുള്ളത് ലെസ് ദാൻ 4 ആണ്. അപ്പൊ അത് കളയുക. 253.8. ഇവിടെ 7 ഈസ് ഗ്രേറ്റർ ദാൻ 5. ഒന്നോട് ആഡ് ചെയ്യുക. 253.9. ഇവിടെ 5 വന്നു. 5 വരുമ്പോൾ നമ്മുടെ ഈവൻ ഇൻറ്റിജർ കൺസെപ്റ്റ് ആണ്. തൊട്ട് മുമ്പിലുള്ളത് ഈവൻ ആണെന്ന് നോക്കുക. അപ്പൊ 8 തന്നെ. ഇവിടെ 253.55. ഇവിടെ 5 ആണ് വന്നത്. ഈവൻ ഇൻറ്റിജർ കൺസെപ്റ്റ് അനുസരിച്ച് 5 കഴിഞ്ഞുള്ള 6ലോട്ട് വന്നു.
ഇവിടെ 8 5 5 1 is greater than 0.5. സോ ഇത് അടുത്ത 253.9 253. ഇവിടെ 51 ആണ്. 51 is greater than 51 എന്നുള്ളത് greater than ആണ്. അപ്പോൾ സോ 6 253.6. ഇവിടെ 5.7. അടുത്തത് 8 ആണ്. ഈ നമ്പർ 8 എന്നുള്ളത് greater than 5 മുന്നോട്ട് ഇപ്പോൾ 5.8 ആവും. 5.75 5 വന്നു കഴിയുമ്പോൾ ഈവൻ ഇൻറ്റിജർ കൺസെപ്റ്റ്. തൊട്ട് പുറകെയുള്ളത് 7 എന്നുള്ളത് ഈവൻ ഇൻറ്റിജർ അല്ല. അപ്പോൾ അത് തൊട്ട് മുന്നിലോട്ടുള്ള നമ്പറിലേക്കാകാം. 5.8 143.94 94 എന്നുള്ളത് 4 എന്നുള്ളത് ലെസ് ദാൻ 5 ആണ്. അപ്പോൾ ആ ഇത് കളയുകയാണ് ചെയ്യുന്നത്. 143.9 143.97 7 എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 5 ആണ്. അപ്പോൾ ഒന്ന് ആഡ് ചെയ്യുക. 143.9 പ്ലസ് 0.1 144.0. നമ്മൾ 0.0യിലേക്ക് തന്നെ എഴുതണം, കാരണം 1 ഡെസിമൽ പ്ലേസിന് തന്നെ എഴുതണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് നിയറസ്റ്റ് 100ത്തിലേക്ക് അല്ലെങ്കിൽ 2 ഡെസിമൽ പ്ലേസിലേക്ക്. ഇവിടെ 2 ഡിജിറ്റ്. അപ്പോൾ 46 നോക്കുക. ലാസ്റ്റ് 2 ഡിജിറ്റ് കഴിഞ്ഞുള്ള നമ്പേഴ്സ് 72.81 കഴിഞ്ഞിട്ട് രണ്ടുള്ള 46 അത് 50ലും താഴെയാണ്. അപ്പോൾ അത് കളയുക. അടുത്തത് 73 50ലും കൂടുതലാണ്, ഒന്ന് ആഡ് ചെയ്യുക. 47 465 5 ആണ് ഈവൻ ഇൻറ്റിജർ കൺസെപ്റ്റ്. പ്രീസീഡിങ് ഈവൻ ആയതുകൊണ്ട് 6 എന്നുള്ളത് ഈവൻ ആയതുകൊണ്ട് 46. അടുത്ത 57 എന്നുള്ളത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെയുള്ളത് 5 ആണ്. പിന്നെ ഈവൻ ഇൻറ്റിജർ കൺസെപ്റ്റ് 57 എന്നുള്ളത് ഓഡാണ്, അതുകൊണ്ട് ആഡ് ചെയ്യുക. അടുത്തത് 500 അവിടെ ഈവൻ ഇൻറ്റിജർ കൺസെപ്റ്റ് തന്നെ 5 വന്നു. അപ്പോൾ പ്രീസീഡിങ് ആയിട്ടുള്ളത് 6 ആണ്. 6 എന്നുള്ളത് ഈവൻ ആയതുകൊണ്ട് നമുക്ക് അടുത്തതിലേക്ക് ചെയ്യാം. അല്ല അത് കട്ട് ചെയ്യാം. 5.5651 5ൽ കൂടുതലാണ്, അടുത്തതിലേക്ക് ആഡ് ചെയ്യുക. 57 ഇവിടെ 501 അതിലും കൂടുതലാണ്, അപ്പോൾ 57ലേക്ക് ഇടുക. അത് കഴിഞ്ഞ് 53 കഴിഞ്ഞുള്ളത് ഇവിടെ 501 5ലും കൂടുതലാണ്, സോ 54 ആയി. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ 6 നിയറസ്റ്റ് 1000 എന്ന് പറയുമ്പോൾ 3 ഡെസിമൽ പ്ലേസ് വരെ 043 3 ഡെസിമൽ പ്ലേസ് കഴിഞ്ഞുള്ളത് ഇവിടെ 6 ആണുള്ളത്. 6 എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 5 ആണ്, ഒന്നും കൂടെ ആഡ് ചെയ്യുക. 044 4 എന്നുള്ളത് ലെസ് ദാൻ 5 ആണ്, അത് കട്ട് ചെയ്യുക. ഇവിടെ വന്നപ്പോഴത്തേക്കും 5 ഈവൻ ഇൻറ്റിജർ കൺസെപ്റ്റ് വന്നു. അപ്പോൾ ഇത് ഈവൻ അല്ല 3 എന്നുള്ളത് അടുത്ത് ഈവനിലേക്ക് എഴുതുക. 44 ആയിട്ട് എഴുതുക. 445 അത് ഈവൻ ഇൻറ്റിജർ ആണ്, പ്രീസീഡിങ് ആയിട്ടുള്ളത് 44 എന്നുള്ളത്. അപ്പോൾ അത് ഈ 5 കട്ട് ചെയ്താൽ മതി. അടുത്തത് 4657 3 ഡിജിറ്റ് കഴിഞ്ഞിട്ടുള്ളത് 7 ആണുള്ളത്. 7 എന്നുള്ളത് 5ലും കൂടുതലാണ്, ഒന്ന് ആഡ് ചെയ്യുക. 466 183.575 043 51 എന്നുള്ളത് 50ലും കൂടുതലാണ്, ഒന്ന് ആഡ് ചെയ്യുക. 044 അഗെയിൻ ഇവിടെ 445 കഴിഞ്ഞിട്ട് പിന്നെയുള്ളത് 1 ആണ്. 1 എന്നുള്ളത് ലെസ് ദാൻ 5 ആണ്, കട്ട് ചെയ്ത് കളയുക.